നമ്മുടെ ഇന്നത്തെ റെസിപ്പി 4 മണി ചായയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കവടയുടെ റെസിപ്പിയാണ്. പക്കവട നമ്മൾ കൂടുതലായിട്ട് ചെയ്യലുണ്ട് എങ്കിൽ പോലും പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ പെർഫെക്ഷനോടുകൂടി വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് 4 സവാളയാണ്. സവാള നന്നായി പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവിൻ്റെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം. സവാള അത്യാവശ്യം നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പുതിനയില അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർക്കുമ്പോഴാണ് പക്കവട നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ടും അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നീട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ മസാലയാണ്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. നമ്മുടെ എരിവിൻ്റെ പാകത്തിന് പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും കൂടിയാണ്. പിന്നെ ഇതൊന്നും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കണം. ഈ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് കളറൊക്കെ ചേർത്തിട്ടാണ് അവർ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ 1 കപ്പ് കടലമാവോട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി, അത് 1/2 കപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പ് മൈദാമാവ്, 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടും നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ല, ആ ഒരു രീതിക്ക് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, മാവ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. പക്ഷേ പാകത്തിനാകുമ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം വേണ്ടി വന്നു ഈ ഒരു രീതിക്ക് ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ പക്കവടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാകം ഇതുപോലെ നമ്മൾ കൈവച്ചിട്ട് കുറേശ്ശെ ഇടാൻ പാകത്തിനുള്ള ആ ഒരു ലൂസിൽ വേണം എടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം കൂടുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് കട്ടിയും ആവരുത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല ആക്റ്റീവായിട്ട് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഓയിൽ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മാവ് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണ നല്ല ചൂടായിരിക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എണ്ണ ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുറേശ്ശെ മാവ് എടുത്തിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് അളവിൽ അങ്ങോട്ട് കട്ടി കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളൊന്നും വേവാത്തൊരു പ്രശ്നം വരും. അപ്പോൾ ചെറിയ അളവിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മൊരിഞ്ഞ പക്കവട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇട്ടതിന് ശേഷം അത് കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് പൊങ്ങി വരും. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടിട്ട് നല്ലൊരു കളറാകുന്നത് വരെ ഇത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇല്ലയെന്നുണ്ടെങ്കിൽ പക്കവടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. മാവിൻ്റെയൊക്കെ ഒരു ആ പച്ച ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ തീ കുറച്ചിട്ടിട്ടാകുമ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത്യാവശ്യം ഒന്ന് മൂപ്പായി വരുന്ന സമയത്ത് ആ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. 2-3 മിനിറ്റും കൂടെ ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കോരിയെടുക്കാം. പക്കവട കഴിക്കുമ്പോൾ എപ്പോഴും ചെറു ചൂടോടുകൂടി കഴിക്കണമായിരിക്കും നല്ല ടേസ്റ്റ്. നല്ല ചൂടോടുകൂടി ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വൈകുന്നേരത്തൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ പെട്ടെന്ന് ചായക്ക് കടിയായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കവടയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കാതെ അതുകൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എന്നത്തെ പോലെ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.